അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 തിങ്കളാഴ്ച. രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. അതേസമയം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ബാർ കൌൺസിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി. നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും സുപ്രീം കോടതി വിധിക്കെതിരായ നിയമങ്ങൾ വരെ നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്നും ബാർ കൌൺസിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 111ാമത് എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും ജനങ്ങൾ ജനാധിപത്യത്തിന് ശക്തി നൽകിയെന്നും മോദി പറഞ്ഞു. അമ്മമാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ എല്ലാവരും അമ്മയുടെ പേരിൽ ഒരു വൃക്ഷത്തൈ നടണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മൻ കി ബാത്തിൽ കേരളത്തെയും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ സംരംഭക രംഗത്തെ വനിതകളുടെ മികവിന്റെ മികച്ച ഉദാഹരണമാണെന്നും ഈ കുടകൾക്ക് രാജ്യമാകെ ആവശ്യമേറുന്നുവെന്നും മോദി വ്യക്തമാക്കി. നാരീശക്തിയിലൂടെയാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതെന്നും 300ഓളം സ്ത്രീകളാണ് അട്ടപ്പാടിയിൽ കുട നിർമ്മാണത്തിലൂടെ സ്വയം പര്യാപ്തരായതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും തൊഴിലാളി വർഗ കാഴ്ചപ്പാടിലൂന്നിയും മുന്നോട്ടു പോകുന്നതിലെ വീഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും വിട്ടുപോയവരെയും തിരിച്ചെത്തിക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി കേരളത്തിൽ നീങ്ങണമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു. തൊഴിലാളി വർഗത്തെ ചേർത്തുപിടിച്ചുള്ള പാർട്ടിയുടെ വർഗപരമായ സമീപനത്തിൽ നിന്ന് വ്യതിചലിച്ചു നീങ്ങുന്നത് അപകടമാണെന്നും പാർട്ടി നയം മുറുകെ പിടിച്ച് ജനവിശ്വാസം ആർജിക്കാനുള്ള തീവ്രയജ്ഞം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും യോഗം തീരുമാനിച്ചു. കണ്ണൂർ CPMന് യാതൊരു പ്രതിസന്ധിയുമില്ലെന്നും പാർട്ടി ശരിയായ നിലപാടാണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് പോലെയാണ് CPMനെതിരെ എഴുതുന്നതെന്ന് റിയാസ് കുറ്റപ്പെടുത്തി. CPMന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുവെന്നും CPM പിരിച്ചുവിടേണ്ട സമയമായെന്നും UDF കൺവീനർ MM ഹസൻ. CPMന്റെ അസ്ഥിവാരം തോണ്ടുന്ന ഗുരുതരമായ ആരോപണമാണ് CPMന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിക്കുന്നത്. സ്വന്തം മണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവവും ധൈര്യവും മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കാട്ടണമെന്നും MM ഹസൻ പറഞ്ഞു. CPMനെ വിമർശിക്കുന്നത് വ്യക്തിപരമായല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്വർണം പൊട്ടിക്കുന്ന കഥകൾ, അധോലോക കഥകൾ ഒന്നും ചെങ്കൊടിക്ക് ചേർന്നതല്ല. പറയാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞുവെന്നും LDFനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നും CPI LDF വിടണമെന്ന MM ഹസന്റെ പ്രസ്താവന ചിരിച്ചുകൊണ്ട് തള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികയിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി പിന്നീട് വ്യക്തമാക്കി. പ്രസംഗം മൊത്തം കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെന്ന് വ്യക്തമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ 10ാം ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കാൻ പാടുപെടേണ്ടെന്ന് KSU.
10ാം ക്ലാസ് വിജയിച്ച നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്നും എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്നുവെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ ഏറെക്കാലമായി ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP. അവർ CPMനെ മാത്രമാണോ ലക്ഷ്യമിടുന്നതെന്ന് കണ്ടറിയണം. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടാതെ സഹകരണ മേഖലയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പാലക്കാട് UDFന്റെ ഉറച്ച സീറ്റാണെന്നും വിജയം ഉറപ്പാണെന്നും കെ മുരളീധരൻ. അതേസമയം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അന്തർധാരയുടെ ഭാഗമായാണെന്നും പൂരം അലങ്കോലമാക്കിയതിൽ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രി മൂകസാക്ഷിയായി നിന്നുവെന്നും ഒരു കമ്മീഷണർ വിചാരിച്ചാൽ പൂരം അട്ടിമറിക്കാൻ പറ്റുമോയെന്നും അദ്ദേഹം ചോദിച്ചു. ചില അന്തർധാരകൾ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും വിജയത്തിനൊപ്പം ജനങ്ങൾ ഒരു വാർണിംഗും നൽകിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയത്തെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ആകാശപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ ആവശ്യമുന്നയിച്ച് ജൂലൈ 6-ന് ആകാശപാതയ്ക്ക് കീഴെ ഉപവാസമിരിക്കുമെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. ആകാശപാതയെക്കുറിച്ച് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഒരു ജനതയെ അപമാനിക്കാൻ വേണ്ടിയാണെന്നും അമ്മയെ കൊന്ന ശേഷം അമ്മയില്ലേ എന്ന് കരയുന്ന നിലപാടാണ് CPMന്റേതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഗവർണർക്കെതിരെ കേസ് നടത്താൻ VCമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ടത് 1.13 കോടി രൂപയെന്ന് റിപ്പോർട്ട്. നിയമനം അസാധുവാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള VCമാർ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവാക്കിയത് കോടികളാണെന്നാണ് കണക്ക്. സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ EK വിഭാഗം സമസ്തയെ വിമർശിച്ച് മുജാഹിദ് വിഭാഗം. ഒരു നൂറ്റാണ്ടുകാലം സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്ത സമസ്ത സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് KNM ആവശ്യപ്പെട്ടു. സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പരാമർശത്തിനോടാണ് KNMന്റെ വിമർശനം. വിദ്യാഭ്യാസ കാര്യത്തിൽ ലിംഗവ്യത്യാസം കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിര് നിന്നിട്ടില്ലെന്ന സമസ്ത അധ്യക്ഷന്റെ പ്രസ്താവന സത്യവിരുദ്ധമാണെന്നും KNM വിമർശിച്ചു. സ്വർണം പൊട്ടിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ CPM ബ്രാഞ്ച് അംഗത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കണ്ണൂർ എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെതിരെയാണ് നടപടി. സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം കാനായിൽ വീട് വളഞ്ഞ സംഘത്തിൽ DYFI മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന സജേഷും ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രതി അർജുൻ ആയിങ്കിയും സംഘത്തിലുണ്ടെന്നാണ് സൂചന. മലബാറിൽ CPM പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് BJPക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് അടക്കമുള്ള CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും BJPക്ക് കൂടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകളെന്നാണ് കണ്ടെത്തൽ. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തു. എറണാകുളത്ത് നടന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. വൈസ് പ്രസിഡന്റുമാരായി ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി മോഹൻലാലും ട്രഷററായി ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പീഡനക്കേസിലെ പ്രതിയായ നേതാവിനെ തിരിച്ചെടുത്തതിന്റെ പേരിൽ തിരുവല്ല CPMൽ തർക്കം. സജിമോനെതിരെ തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് അടക്കം പോസ്റ്ററുകൾ പതിച്ചു. തിരുവല്ല പൗരസമിതി എന്ന പേരിലാണ് പോസ്റ്ററുകൾ. അവിഹിതത്തിലുണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നാണ് പോസ്റ്ററിലെ ഉള്ളടക്കം. CPMലെ ഒരു വിഭാഗം തന്നെയാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഇടപെടലിൽ കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ലീഗൽ സർവീസസ് അതോറിറ്റി അഭിഭാഷകയ്ക്കെതിരെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി.
പോക്സോ കേസ് പ്രതിയെ സഹായിക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട അഭിഭാഷകയായ സ്വപ്നയ്ക്കെതിരെയാണ് അസോസിയേഷൻ വിജിലൻസിനെ സമീപിച്ചത്. വർക്കല കാപ്പിൽ ബീച്ചിൽ തിരയിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. കൊല്ലം ശീമാട്ടി സ്വദേശിയായ അല്ലമീൻ, കൊട്ടാരക്കര സ്വദേശിയായ അൻവർ എന്നിവരാണ് മരിച്ചത്. അല്ലമീന്റെ സഹോദരിയുടെ ഭർത്താവാണ് അൻവർ. ഇരുവരും കടലിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾ മരിച്ചു. അവധി ആഘോഷിക്കാനെത്തിയ കുടുംബം ബുസി അണക്കെട്ടിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ഒഴുക്കിൽപ്പെട്ടവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് കൂറ്റൻ ജലസംഭരണി തകർന്ന് 2 പേർ മരിച്ചു. 12 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മധുരയിലെ കൃഷ്ണ വിഹാറിലാണ് 240 കിലോ ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി തകർന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയെന്നും ദൌത്യസംഘം കൂട്ടിച്ചേർത്തു. ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്കുള്ള ഇ-പാസ് സംവിധാനം സെപ്റ്റംബർ 30 വരെ നീട്ടി. മെയ് 7-നാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും പ്രവേശിക്കാൻ ടൂറിസ്റ്റുകൾക്ക് ഇ-പാസ് ഏർപ്പെടുത്തിയത്. ജൂൺ 30 വരെ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. മദ്രാസ് ഹൈക്കോടതിയാണ് ഇ-പാസ് സംവിധാനം സെപ്റ്റംബർ 30 വരെ തുടരാൻ ഉത്തരവിട്ടത്. ബീഹാറിൽ പാലങ്ങൾ തകരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പാലങ്ങൾ തകരാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. കർണാടകയിൽ മന്ത്രിമാർക്കും MLA-മാർക്കും കർശന നിർദ്ദേശവുമായി DK ശിവകുമാർ. വായടക്കി മിണ്ടാതിരിക്കണമെന്നും പരസ്യ പ്രസ്താവന വിലക്കുന്നുവെന്നും DK ശിവകുമാർ താക്കീത് നൽകി. ഇത് ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാവുമെന്നും പിന്തുണച്ചവർക്ക് DK മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാമിമാരുടെ നിർദ്ദേശം ആവശ്യമില്ലെന്നും ആശീർവാദം മതിയെന്നും DK പറഞ്ഞു. കരസേന മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റെടുത്തു. ദില്ലിയിലെ കരസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് 30ാമത്തെ മേധാവിയായി അദ്ദേഹം ചുമതലയേറ്റെടുത്തത്. ജനറൽ മനോജ് പാണ്ഡെയുടെ 26 മാസത്തെ കാലാവധി ഇന്നലെ പൂർത്തിയായതോടെയാണ് ചുമതല കൈമാറിയത്. BJP അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദ തുടരുമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ അവലോകന യോഗത്തിൽ JP നദ്ദയെയും ഉൾപ്പെടുത്തി. ജനുവരി വരെ നദ്ദയ്ക്ക് കാലാവധി നീട്ടി നൽകും എന്നാണ് സൂചന. നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ NIA റെയ്ഡ്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി അടക്കം 12 സ്ഥലങ്ങളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. നിരോധിക്കപ്പെട്ട സംഘടനയുമായുള്ള ബന്ധത്തിലാണ് റെയ്ഡ്. കഴിഞ്ഞ മെയ് മാസം അറസ്റ്റിലായ 6 പേരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. കുവൈറ്റിലെ നിയമവിരുദ്ധ താമസക്കാർക്ക് അനുവദിച്ച പൊതുമാപ്പ് കാലാവധി ഇന്നലെ അവസാനിച്ചു. 105 ദിവസം നീണ്ട പൊതുമാപ്പ് കാലാവധിയാണ് ഇന്നലെ അവസാനിച്ചത്. നിയമലംഘകരായി കഴിയുന്ന വിദേശികൾ ഇന്നലെ രാത്രി 12-ന് മുമ്പ് രാജ്യം വിടുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. നൈജീരിയയിൽ വിവാഹവേദിയിലടക്കം 3ഇടങ്ങളിൽ ചാവേർ പൊട്ടിത്തെറിച്ച് 18 പേർ കൊല്ലപ്പെടുകയും 42 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ബോർണോ സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി മേധാവി അറിയിച്ചു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല. റിയാസി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ NIA-യുടെ പരിശോധന. രജൌരി ജില്ലയിലെ 5ഇടങ്ങളിലായാണ് പരിശോധന. ഭീകരരുമായി ബന്ധമുള്ളവരിൽ നിന്നും കണ്ടെത്തിയ വസ്തുവകകൾ NIA പിടിച്ചെടുത്തു. ഗൂഢാലോചന സംബന്ധിച്ചടക്കമുള്ള വിവരങ്ങൾ ലഭിക്കാനായി ഇത് പരിശോധിക്കുന്നത് തുടരുകയാണ്. ഈ മാസം 9-നാണ് തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ 1 മാസത്തോളം സമയമെടുത്തേക്കുമെന്ന് സൂചന. സ്റ്റാർ ലൈനറിന്റെ ദൈർഘ്യം 45 ദിവസത്തിൽ നിന്ന് 90 ദിവസമായി നീട്ടുന്നതിനെക്കുറിച്ച് US സ്പേസ് ഏജൻസി ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രാമധ്യേ ഹീലിയം ചോർച്ചയും
ത്രസ്റ്റർ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പര്യാപ്തമാകുമെന്നും നാസ സൂചന നൽകി. 2020 ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും സമ്മാനത്തുകയായി ലഭിച്ചത് കോടികൾ. ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യയ്ക്ക് ഏകദേശം 20.42 കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിച്ചത്. ഫൈനലിൽ ഇന്ത്യയുടെ 7 റണ്ണിനെ തോറ്റ് റണ്ണറപ്പുകളായ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഏകദേശം 10.67 കോടി രൂപയുമാണ് സമ്മാനത്തുകയായി ലഭിച്ചത്. അതേസമയം സെമിയിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാനും ഏകദേശം 6.5 കോടി രൂപയും സമ്മാനത്തുകയായി ലഭിച്ചു. 2020 ലോകകപ്പ് നേടിയ ടീം ഇന്ത്യയ്ക്ക് 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI സെക്രട്ടറി ജയ് ഷാ ആണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ടൂർണമെന്റിലുടനീളം ടീം അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യവും കായികക്ഷമതയും പ്രകടിപ്പിച്ചുവെന്നും എല്ലാ കളിക്കാർക്കും പരിശീലകർക്കും അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ടീം ഇന്ത്യയുടെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. ബാർബഡോസിൽ 2020 ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് ജഡേജ കുട്ടി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2020 ലോകകപ്പുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ജഡേജ ഇൻസ്റ്റയിലൂടെ അറിയിച്ചത്. കോപ്പ അമേരിക്കയിൽ ലിയോണൽ മെസ്സിക്ക് വിശ്രമം അനുവദിച്ച പെറുവിനെതിരായ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് പെറുവിനെ അർജന്റീന തോൽപ്പിച്ചത്. ഇതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന ക്വാർട്ടറിലെത്തി. ഇന്നലെ നടന്ന കാനഡ ചിലി മത്സരം ഗോൾ രഹിത സമനിലയിലായതോടെ കാനഡ അർജന്റീനയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിൽ നിന്ന് ക്വാർട്ടറിലെത്തി. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ സ്ലോവാക്യക്കെതിരെ തോൽവിയുടെ വക്കിൽ നിന്ന് അവിശ്വസനീയമാംവിധം ജയിച്ചു കയറി ഇംഗ്ലണ്ട് ക്വാർട്ടറിലെത്തി. 1 ഗോളിന് പിന്നിട്ട് നിന്ന ഇംഗ്ലണ്ട് കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ സമനില പിടിച്ച് 1-2 ഗോളുകൾക്ക് എക്സ്ട്രാ ടൈമിലൂടെ സ്ലോവാക്യയെ കീഴടക്കി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ സ്പെയിനിന്റെ യുവനിരയുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ജോർജിയയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. 1-4 ഗോളുകൾക്ക് ജോർജിയയെ തകർത്തെറിഞ്ഞ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് മുന്നേറി. 1 ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് സ്പെയിനിന്റെ ഗോൾ മഴ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.